Financial management. Financial management means the management of finance or capital funds. അതിനെയാണ് financial management എന്ന് പറയുന്നത്. It is concerned with the efficient use of an important economic resource, that is capital funds. അതെങ്ങനെ efficient ആയിട്ട് utilize ചെയ്യാൻ പറ്റും. It mainly deals with the procurement and utilization of funds for the business. എങ്ങനെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ഫണ്ട് ഇഫക്റ്റീവ് ആയിട്ട് പ്രൊക്യൂർ ചെയ്യാൻ പറ്റും, അതായത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റേസ് ചെയ്യാൻ പറ്റും, ആൻഡ് ഹൗ ടു യൂട്ടിലൈസ് ദിസ് ഫണ്ട്സ് ഫോർ ദി എഫിഷ്യന്റ് ഫങ്ഷനിങ് ഓഫ് ദി ബിസിനസ്. ആ ഫണ്ടിനെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇത്തരത്തില് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മീൻസ് ഇത്തരത്തിലുള്ള ഫിനാൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട്സിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പഠിക്കുന്ന ഒരു ഏരിയ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഡീൽസ് വിത്ത് ഒബ്റ്റെയിനിങ് ആൻഡ് ഇഫക്റ്റീവ്ലി യൂട്ടിലൈസിങ് ദ ഫണ്ട്സ് ഫോർ ദ എഫിഷ്യന്റ് ഫങ്ഷനിങ് ഓഫ് ദ ബിസിനസ്. നമുക്ക് ഫണ്ടിനെ ഏതൊക്കെ രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും റേസ് ചെയ്യാൻ പറ്റും, പ്രൊക്യൂർ ചെയ്യാൻ പറ്റും, ആൻഡ് ഹൗ ടു ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ദിസ് ഫണ്ട്സ് ഫോർ ദി എഫിഷ്യന്റ് ഫങ്ഷനിങ് ഓഫ് ബിസിനസ്. ഈ ഒരു ഏരിയയാണ് മാനേജ്മെന്റിന്റെ, ഈ ഒരു ഏരിയയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഇൻക്ലൂഡ്സ് പ്ലാനിങ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഫണ്ട്സ്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ടും വരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും, എങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഫിനാൻസിനെ. നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് എവിടെ നിന്ന് പ്രൊക്യൂർ ചെയ്യാൻ പറ്റും, അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു മാനേജീരിയൽ ഏരിയയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ മെയിൻ ആയിട്ടും വരുന്ന ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എടുക്കുന്ന ഡെസിഷൻസ്, 3 ഡെസിഷൻസ് ആണ് മെയിൻ ആയിട്ട് മാനേജർ എടുക്കുന്നത്. ഫിനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. അതായത് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് നമുക്ക് ഫണ്ടിനെ എന്ത് ചെയ്യാൻ പറ്റും, കൺവീനിയന്റ് ടേംസിൽ നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രൊക്യൂർമെന്റ് ഓഫ് റിക്വയർഡ് എമൗണ്ട് ഓഫ് ഫണ്ട്സ്. നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെ എങ്ങനെ കൺവീനിയന്റ് ടേംസിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പ്രൊക്യൂർ ചെയ്യാൻ പറ്റും, അതിനെ പറ്റിയിട്ടുള്ള ഡെസിഷൻ എടുക്കുന്ന ഏരിയ ആണ്. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ എടുക്കുന്ന ഒരു ഡെസിഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫിനാൻസിങ് ഡിസിഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻവോൾവ്സ് ഹൗ ടു പ്രൊക്യൂർ ദ ഫണ്ട് ആൻഡ് ഹൗ ടു യൂട്ടിലൈസ് ദിസ് ഫണ്ട്. എങ്ങനെ പ്രൊക്യൂർ ചെയ്യാൻ പറ്റും, എങ്ങനെ അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് വരുന്ന മെയിൻ ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ഫിനാൻസിങ് ഡിസിഷൻ. മീൻസ് നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ആവശ്യമുള്ള സമയത്ത് എവിടെ നിന്ന് പ്രൊക്യൂർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിനെ പറ്റിയിട്ടുള്ള ഡെസിഷൻ ആണ് ഫിനാൻസിങ് ഡെസിഷൻ. ഇറ്റ് റിലേറ്റ്സ് ടു ദ കോമ്പോസിഷൻ ഓഫ് റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഓഫ് വേരിയസ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. ഇനി ഏതൊക്കെ സോഴ്സസ് ഓഫ് ഫിനാൻസ് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും, അതിന്റെ പ്രൊപ്പോർഷൻ എത്രയാണ്, ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ഡിസൈഡിങ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ ഫിനാൻസിങ് ഡിസിഷനിൽ ഒരു മാനേജർ മെയിൻ ആയിട്ടും ഫിനാൻഷ്യൽ മാനേജർ മെയിൻ ആയിട്ടും എടുക്കുന്ന ഡെസിഷൻ അല്ലെങ്കിൽ അവിടെ വരുന്ന എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, the procurement of the required amount of funds on most convenient terms as and when needed. നമുക്ക് ആവശ്യമായ സമയത്ത് നമ്മുടേതായിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ചുകൊണ്ട് നമുക്ക് എവിടെ നിന്നെല്ലാം ഫണ്ട് പ്രൊക്യൂർ ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് അതിന്റെ കോമ്പോസിഷൻ എങ്ങനെയായിരിക്കണം, അതായത് നമ്മൾ എടുക്കുന്ന സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ കോമ്പോസിഷൻ, അതായത് നമുക്ക് ഈക്വിറ്റി കൂടുതൽ വേണോ, ഡെറ്റ് കൂടുതൽ വേണോ, ഇങ്ങനെയുള്ള സോഴ്സ് ഓഫ് ഫണ്ട് ഏതാണ് അല്ലെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ, പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിലുള്ള നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്ന ഏരിയ ആണ് ഫിനാൻസിങ് ഡിസിഷൻ. അടുത്ത വരുന്നതാണ് എന്താ, ഫിനാൻസിങ് ഡിസിഷൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ. അതായത് ഏതൊക്കെ
ഏതൊക്കെ സോഴ്സ് ഓഫ് ഫണ്ട്, ഏതൊക്കെ സോഴ്സ് ഓഫ് ഫിനാൻസ് വേണം നമുക്ക് ചൂസ് ചെയ്യാൻ. ക്യാപിറ്റൽ സ്ട്രക്ചർ മീൻസ് റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഓഫ് വേരിയസ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. ഏതൊക്കെ സോഴ്സസ് ഓഫ് ഫിനാൻസ്, കടം എടുക്കണമോ അതോ ഓണർഷിപ്പ് ക്യാപിറ്റൽ വേണമോ, ഇങ്ങനെ അതിന്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യുക. ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അത് എങ്ങനെയായിരിക്കണം. ഈ പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത് നമുക്ക് റിക്വയർഡ് എമൗണ്ട് ഓഫ് ഫണ്ട്സ് നമ്മൾ റേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ടേംസിലും നമുക്ക് ആവശ്യമുള്ള സമയത്തും കിട്ടണം. അപ്പൊ അതിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഡിസൈഡ് ചെയ്യുന്നത് ഏത് ഡിസിഷനിലാണ്? ഫിനാൻസിങ് ഡിസിഷൻ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫിനാൻസ് റേസ് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ചെലവുകളെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഏരിയയിലുള്ള ഡിസിഷൻസിനെയാണ് നമ്മൾ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ അടുത്തത് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. നമ്മൾ ഈ റേസ് ചെയ്ത ഫണ്ട് നമ്മൾ എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നതും ഫിനാൻഷ്യൽ മാനേജർ ആണ്. അതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പെർട്ടൈനിങ് ടു ദി സെലക്ഷൻ ഓഫ് ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് അവന്യൂസ്. ഏതൊക്കെ പ്രൊജക്റ്റുകളിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏതൊക്കെ പ്രൊജക്റ്റുകളിൽ നമുക്ക് ഇത് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടായിട്ട്? മാക്സിമൈസിങ് ദ റിട്ടേൺസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കോൺസിക്വന്റ്ലി ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് രണ്ടാണ്: പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ എവിടേക്കെയാണ് ഈ റേസ് ചെയ്ത ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ പ്രൊഡക്റ്റീവ് അവന്യൂസിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. which are alternative referred to as capital budgeting decisions, are crucial for the survival and growth of any firm as they involve large capital outlay. ആദ്യം നമ്മൾ നോക്കുന്നത് എവിടുന്നൊക്കെ ഫണ്ട് റേസ് ചെയ്യണം, ആ ഫണ്ട് റേസ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലായിരിക്കണം, ഡെറ്റ് വേണോ ഇക്വിറ്റി വേണോ, അതിന്റെ പ്രൊപ്പോർഷൻ എത്രയാണ്, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നതാണ് ഫിനാൻസിങ് ഡിസിഷൻ. ഈ റേസ് ചെയ്ത ഫിനാൻസ് നമ്മൾ എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഇതിനെ പറ്റിയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിനാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ രണ്ട് രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും കാണും, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും കാണും. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫിക്സഡ് അസറ്റ്സുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഫിക്സഡ് അസറ്റ്സുകൾ വാങ്ങാനാണ് നമ്മൾ ഈ ഫണ്ട് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ആ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ട് നമ്മൾ ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സിലാണ് നമ്മൾ നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇറ്റ് ഈസ് കോൾഡ് എ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതല്ല ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഓർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഡെസിഷൻ. ഇനി അടുത്ത ഒരു ഏരിയ ആണ്, ഇനി നമ്മൾ ഫിനാൻസ് റേസ് ചെയ്തു, നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒക്കെ കൺസിഡർ ചെയ്ത് നമ്മൾ ഏതൊക്കെ ഫിനാൻസ് സോഴ്സ് ഓഫ് ഫിനാൻസ് വേണം എന്ന് തീരുമാനിച്ച് അതിന്റെ പ്രൊപ്പോർഷൻ നോക്കി നമ്മൾ ഫിനാൻസ് റേസ് ചെയ്തു. ആ റേസ് ചെയ്ത ഫിനാൻസ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ പ്രോജക്റ്റുകളിൽ പ്രൊഡക്റ്റീവ് അവന്യൂസിൽ നമ്മൾ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. ഇനി അടുത്തത് വരുന്നത്, നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന റിട്ടേൺ, അത് ഇനി എങ്ങനെ അതിനെ നമ്മൾ കൈകാര്യം ചെയ്യണം, കിട്ടുന്ന ആ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പറ്റിയിട്ടുള്ള ഡിസിഷൻ ആണ് ഡിവിഡൻഡ് ഡിസിഷൻ. അതായത് ഡിസൈഡിങ് വെദർ ടു ഡിസ്ട്രിബ്യൂട്ട് ദ പ്രോഫിറ്റ് ആസ് ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഓർ ടു റീറ്റെയിൻ ഓർ റിസർവ് ദ പ്രോഫിറ്റ്സ് ആൻഡ് റീഇൻവെസ്റ്റ് ഇൻ ദ ബിസിനസ്. ഇതിനെ പറ്റിയിട്ട് ഡിസിഷൻ എടുക്കുന്നതാണ് ഡിവിഡൻഡ് ഡിസിഷൻ. അതായത് കിട്ടിയ റിട്ടേണിനെ അല്ലെങ്കിൽ കിട്ടിയ പ്രോഫിറ്റിനെ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുക്കണോ, അതോ വീതിച്ചു കൊടുക്കാതെ നമ്മൾ തന്നെ അതിനെ റീറ്റെയിൻ ചെയ്തതിനു ശേഷം, റിസർവ് ആയിട്ട് ഇട്ടതിന് ശേഷം റിട്ടേൺ ചെയ്ത് അത് റീഇൻവെസ്റ്റ് ചെയ്യണോ, ബിസിനസ്സിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യണോ, അത് എങ്ങനെയായിരിക്കണം, അതിന്റെ പ്രൊപ്പോർഷൻ എങ്ങനെയായിരിക്കണം, ഇങ്ങനെ എടുക്കുന്ന ഡിസിഷൻസിനെയാണ് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. The main objective of dividend decision is to divide the net earnings in an optimum manner to pay dividends to shareholders and to retain earnings for reinvestment with the objective of maximizing the wealth of shareholders. അപ്പൊ നമ്മൾ കിട്ടിയ ആ ഒരു പ്രോഫിറ്റിനെ അതിനെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം,
ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ, അതോ ടു റീറ്റെയിൻ ഇൻ ദ ബിസിനസ് ടു റീഇൻവെസ്റ്റ് ഇൻ ദ ബിസിനസ്. അത് നമ്മുടെ ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്ത് വീണ്ടും പുതിയ പുതിയ എക്സ്പാൻഡ് ചെയ്യുകയോ പുതിയ പ്രോജക്റ്റുകളിൽ റീഇൻവെസ്റ്റ് ആണ് വരുന്നത്. ഹൗ മച്ച് ഏർണിംഗ് ഷുഡ് ബി റീറ്റെയിൻ ഫോർ റീഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഹൗ മച്ച് ഏർണിംഗ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. എത്ര എമൗണ്ട് ഓഫ് ഏർണിംഗ്സ് നമുക്ക് റീറ്റെയിൻ ചെയ്യണം ഫോർ ദ റീഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ റീഇൻവെസ്റ്റ് ചെയ്യാൻ എന്തോരം പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യണം, ഹൗ മച്ച് ഏർണിംഗ്സ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. എത്രത്തോളം ഏർണിംഗ്സ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈ തീരുമാനം എടുക്കുന്നതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഒരു ഫിനാൻഷ്യൽ മാനേജർ ചെയ്യുന്നത്. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് ഫണ്ട് ആണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അവിടെ ഒരു ഫിനാൻഷ്യൽ മാനേജർ എടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ഫിനാൻസിങ് ഡിസിഷൻ, സെക്കൻഡ് വൺ ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, തേർഡ് വൺ ഈസ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്.